നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എയിംസിൽ BSc നഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സിന്റെയും അഡ്മിഷന് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമിന്റെ ആപ്ലിക്കേഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 സ്റ്റെപ്പുകളായിട്ടാണ് ചെയ്യേണ്ടത്. ആദ്യത്തേത് ബേസിക് രജിസ്ട്രേഷനും രണ്ടാമത്തേത് ഫൈനൽ രജിസ്ട്രേഷനുമാണ്. ബേസിക് രജിസ്ട്രേഷൻ ഏപ്രിൽ 4-ാം തീയതി വരെയും ഫൈനൽ രജിസ്ട്രേഷൻ മാർച്ച് 12-ാം തീയതി മുതൽ ഏപ്രിൽ 12-ാം തീയതി വരെയും ചെയ്യാം. +2 പാസ്സായ കുട്ടികൾക്കും ഇപ്പോൾ +2 എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. മുൻവർഷങ്ങളിൽ എയിംസിന്റെ എൻട്രൻസ് എക്സാം എഴുതിയിട്ടുള്ള കുട്ടികൾ ഇപ്പോൾ ബേസിക് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അവർ ഫൈനൽ രജിസ്ട്രേഷൻ മാത്രം ചെയ്താൽ മതി. ആദ്യമായിട്ട് എയിംസിന്റെ എൻട്രൻസ് എക്സാം എഴുതാൻ തയ്യാറെടുക്കുന്ന കുട്ടികൾ മാത്രമാണ് 2 സ്റ്റെപ്പുകളും ചെയ്യേണ്ടത്. ലാസ്റ്റ് ഇയർ ബേസിക് രജിസ്ട്രേഷൻ നടത്തി എൻട്രൻസ് എക്സാം എഴുതിയ കുട്ടികൾ ഇപ്പോൾ ബേസിക് രജിസ്ട്രേഷൻ നടത്തേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മുൻവർഷത്തെ രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം കോഡ് ജനറേഷനും ഫീ പേയ്മെന്റും നടത്തിയാൽ മാത്രം മതി. നിങ്ങളുടെ മുൻവർഷത്തെ ഫോട്ടോ, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ എന്നിവയിൽ മാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യവും ഇല്ല. നിങ്ങൾക്ക് മാർച്ച് 12-ാം തീയതി മുതൽ ഏപ്രിൽ 12-ാം തീയതി വരെ എപ്പോൾ വേണമെങ്കിലും കോഡ് ജനറേഷനും ഫീ പേയ്മെന്റും നടത്തി ഫൈനൽ രജിസ്ട്രേഷൻ നടത്താം. ലാസ്റ്റ് ഇയർ അപ്ലൈ ചെയ്ത കുട്ടികളും പുതിയതായിട്ട് അപ്ലൈ ചെയ്യുന്ന കുട്ടികളും ഫൈനൽ രജിസ്ട്രേഷന്റെ സമയത്ത് ഡോക്യുമെന്റ്സുകൾ ഒന്നും തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫൈനൽ രജിസ്ട്രേഷന്റെ സമയത്ത് നിങ്ങളുടെ 10ലെയും 12ലെയും മാർക്കിന്റെ പെർസെൻറ്റേജ്, സിലബസ്, സ്കൂള് ഇതെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട. എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ട് വന്നതിന് ശേഷം അഡ്മിഷന് വേണ്ടി പോകുന്ന സമയത്താണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ എയിംസിന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ബേസിക് രജിസ്ട്രേഷന്റെ സമയത്തും ഫൈനൽ രജിസ്ട്രേഷന്റെ സമയത്തും യാതൊരുവിധ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട. എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഫൈനൽ രജിസ്ട്രേഷന്റെ സമയത്ത് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും അതുപോലെ ഫീ പേയ്മെന്റും നടത്തിയതിന് ശേഷമാണ് ഫൈനൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ലാസ്റ്റ് ഇയർ ബേസിക് രജിസ്ട്രേഷൻ നടത്തിയ കുട്ടികൾ ഇപ്പോൾ വീണ്ടും ബേസിക് രജിസ്ട്രേഷൻ നടത്തേണ്ട. ഏപ്രിൽ 12-ാം തീയതി വരെ നിങ്ങൾക്ക് കോഡ് ജനറേഷൻ നടത്തി ഫീ പേയ്മെന്റ് നടത്തി ഫൈനൽ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഫൈനൽ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി യാതൊരുവിധ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട. എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. മുൻവർഷത്ത് നിങ്ങളുടെ ഫോട്ടോ, തമ്പ് ഇംപ്രഷൻ, സിഗ്നേച്ചർ എന്നിവയിൽ മാറ്റവും വരുത്തേണ്ട. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റിൽ പറയണേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.